നമസ്കാരം. കേൾക്കാം ഇന്നത്തെ പത്രങ്ങൾ. മീഡിയ വൺ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. കാതിലെത്തും പത്രങ്ങൾ. ഇന്ന് 2025 ജനുവരി 8 ബുധനാഴ്ച. ഞാൻ എം ജയപ്രകാശ്. CPM പ്രവർത്തകൻ റിജിത്ത് വധത്തിൽ 9 RSSുകാരെ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചതാണ് പത്രങ്ങളിലെ പ്രധാന തലക്കെട്ട്. വൈസ് ചാൻസലറാകാൻ 10 വർഷം പ്രൊഫസറായി പരിചയം വേണമെന്ന നിബന്ധന UGC മാറ്റുന്നതോടെ ഇനി ആർക്കും VC ആകാമെന്ന് മാധ്യമത്തിൽ വാർത്ത. തിബറ്റിലെ ഭൂകമ്പത്തിൽ മരണസംഖ്യ 126 കോൺഗ്രസിനെ വെട്ടിലാക്കിയ DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ അന്വേഷണം തുടരുകയാണ് പോലീസ്. നോക്കാം പത്രവാർത്തകൾ വിശദമായി. ആദ്യം മാധ്യമത്തിന്റെ ഒന്നാം പേജിലേക്ക്. റിജിത്ത് വധം, 9 RSSുകാർക്ക് ജീവപര്യന്തം. 1.11 ലക്ഷം വീതം പിഴ, 9 ലക്ഷം റിജിത്തിന്റെ മാതാവിന് നൽകണം. ഇതേ വാർത്തയ്ക്ക് മലയാള മനോരമ നൽകിയിരിക്കുന്ന തലക്കെട്ട് ഇതാണ്: രാഷ്ട്രീയ കൊല, 19 വർഷം മുൻപ് മകനെ നഷ്ടപ്പെട്ട അമ്മ പറയുന്നു, കത്തി താഴെയിടൂ. മാധ്യമത്തിൽ വാർത്ത ഇങ്ങനെ തുടരുന്നു: CPM കണ്ണപുരം ചുണ്ട ബ്രാഞ്ച് അംഗം അലച്ചി ഹൌസിൽ റിജിത്ത് ശങ്കരനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 9 RSS BJP പ്രവർത്തകർക്കും ജീവപര്യന്തം തടവ്. എല്ലാവരും 1,11,000 വീതം പിഴയും അടയ്ക്കണം. ഇതിൽ നിന്ന് 9 ലക്ഷം രൂപ റിജിത്തിന്റെ മാതാവ് ജാനകിക്ക് നൽകണം. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി റൂബി K. ജോസാണ് ശിക്ഷ വിധിച്ചത്. കണ്ണപുരം ചുണ്ട സ്വദേശികളായ വയക്കോടൻ വീട്ടിൽ VV സുധാകരൻ, കൊത്തിലത്താഴെ വീട്ടിൽ ജയേഷ്, ചാങ്കുളത്ത് പറമ്പിൽ CP രഞ്ജിത്ത്, പുതിയപുരയിൽ PP അജീന്ദ്രൻ, ഇല്ലിക്കവളപ്പിൽ IV അനിൽകുമാർ, പുതിയപുരയിൽ PP രാജേഷ്, കണ്ണപുരം ഇടക്കേപ്പുറം സ്വദേശികളായ വടക്കേ വീട്ടിൽ ഹൌസിൽ VV ശ്രീകാന്ത്, സഹോദരൻ VV ശ്രീജിത്ത്, തെക്കേ വീട്ടിൽ ഹൌസിൽ TV ഭാസ്കരൻ എന്നിവർക്കാണ് ജീവപര്യന്തം ശിക്ഷ. ശനിയാഴ്ച കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികൾക്ക് ചൊവ്വാഴ്ച രാവിലെ 11-നാണ് ശിക്ഷ വിധിച്ചത്. 10 പ്രതികളുണ്ടായിരുന്ന കേസിൽ 3-ാം പ്രതി കണ്ണപുരം ചുണ്ടയിലെ കൊത്തിലത്താഴെ വീട്ടിൽ അജേഷ് വാഹനാപകടത്തിൽ മരിച്ചിരുന്നു. ജയിലിൽ കിടന്ന കാലയളവ് ശിക്ഷയിൽ ഒഴിവായി കിട്ടും. കേസ് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. പ്രത്യേക കാരണമുണ്ടെങ്കിലേ വധശിക്ഷ നൽകാൻ പാടുള്ളൂവെന്ന സുപ്രീംകോടതി വിധിയും 82 പേജുള്ള വിധിന്യായത്തിൽ കോടതി ഉദ്ധരിച്ചു. മാനവിക പരിവർത്തനത്തിന് ഇനിയും സമയമുണ്ട്. ഇതുകൂടി പരിഗണിച്ചാണ് പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ നൽകുന്നതെന്നും വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടി. വിധി കേൾക്കാൻ റിജിത്തിന്റെ മാതാവ് A. ജാനകിയും സഹോദരി ശ്രീജയും കുടുംബാംഗങ്ങളും നാട്ടുകാരും കോടതിയിലെത്തിയിരുന്നു. 2005 ഒക്ടോബർ 3-ന് രാത്രി 7:45 കണ്ണപുരം ചുണ്ട തച്ചൻകണ്ടിയാൽ ക്ഷേത്രത്തിനടുത്തുണ്ടായ RSS ആക്രമണത്തിലാണ് റിജിത്ത് കൊല്ലപ്പെട്ടത്. ഒപ്പമുണ്ടായിരുന്ന DYFI പ്രവർത്തകരായ KV നികേഷ്, RS വികാസ്, KN വിമൽ എന്നിവർക്കും പരിക്കേറ്റിരുന്നു. ഇനി സർവകലാശാല നിയമനങ്ങളിൽ UGCയുടെ കരട് ഭേദഗതിയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. സർവകലാശാലയിൽ ഇനി ആർക്കും VC ആകാം. IASകാരും പൊതുമേഖലാ വ്യവസായ സ്ഥാപന മേധാവികളും പണ്ഡിതരാണെന്ന് സെലക്ഷൻ കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടാൽ VC ആക്കാം. സർവകലാശാല വൈസ് ചാൻസലറാകാൻ പ്രൊഫസറായി 10 വർഷം പരിചയമുള്ള അക്കാദമിക് വിദഗ്ധരെ മാത്രം പരിഗണിച്ചിരുന്ന നിബന്ധന മാറ്റി യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ. പുതിയ കരട് ഭേദഗതി പ്രകാരം പ്രൊഫസറായി 10 വർഷം സേവന പരിചയമുള്ള അക്കാദമിക് വിദഗ്ധനു പുറമെ ഗവേഷണ സ്ഥാപനങ്ങളിലോ അക്കാദമിക് ഭരണസ്ഥാപനങ്ങളിലോ സീനിയർ തലത്തിലുള്ളവരെയും VC ആയി പരിഗണിക്കാം. പൊതുഭരണത്തിൽ സീനിയർ തലത്തിലുള്ളവരെയും പരിഗണിക്കാമെന്ന് വ്യവസ്ഥയുള്ളതിനാൽ IASകാർക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും വ്യവസായ സ്ഥാപനങ്ങളുടെയും തലപ്പത്തുള്ളവരെയും VC ആയി പരിഗണിക്കാം. ഇവരൊക്കെ പണ്ഡിതരാണെന്ന് സെലക്ഷൻ കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടാൽ മതി. VC ആയി പരിഗണിക്കപ്പെടുന്നയാൾ പ്രഗത്ഭനായ അക്കാദമീഷ്യനും 10 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള പ്രൊഫസറുമാകണമെന്നാണ് നിലവിലെ വ്യവസ്ഥ. കാര്യപ്രാപ്തി, സ്വഭാവദൃഢത, ധാർമ്മികത, സ്ഥാപനപരമായ പ്രതിബദ്ധത എന്നിവയിൽ ഉയർന്ന നിലവാരമുള്ളവരെയാണ് നിയമിക്കേണ്ടതെന്നും നിയമം വ്യവസ്ഥ ചെയ്യുന്നു. എന്നാൽ സ്വഭാവദൃഢത, ധാർമ്മികത തുടങ്ങിയ വാക്കുകൾ കരട് ഭേദഗതിയിൽ മാറ്റി.
കുറ്റകരമായ പശ്ചാത്തലമുള്ളവർക്കും ഇനി VC ആകാൻ തടസ്സമില്ല. ഭരണശേഷിക്കും നേതൃപാടവത്തിനും പുറമെ ഭരണഘടനാ മൂല്യങ്ങളോടും സമൂഹത്തോടും പ്രതിബദ്ധതയും ടീം വർക്കിനോട് താൽപ്പര്യവുമുള്ളവരാകണം VC എന്നാണ് പുതിയ നിബന്ധന. നിയമിക്കപ്പെടുന്ന വ്യക്തിക്ക് 70 വയസ്സ് അല്ലെങ്കിൽ 5 വർഷം പൂർത്തിയാകുന്നതുവരെ VC ആയി തുടരാം. രണ്ടാമതൊരു ടീം നിയമനത്തിനും അർഹതയുണ്ടാകും. കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾക്ക് കീഴിൽ സ്ഥാപിതമായ എല്ലാ സർവകലാശാലകളും UGC ചട്ടം പാലിക്കണം. ഇത് മറികടന്നുള്ള നിയമനം നിയമവിരുദ്ധമായി കണക്കാക്കുമെന്നും പുതിയ നിയമം പാലിച്ചില്ലെങ്കിൽ സർവകലാശാല കോഴ്സുകളുടെ അംഗീകാരം നഷ്ടപ്പെടുമെന്നും ഭേദഗതിയിൽ പറയുന്നു. സർവകലാശാലകളുടെ തലപ്പത്ത് RSS അനുഭാവികളെ പ്രതിഷ്ഠിക്കാനുള്ള അജണ്ടയുടെ ഭാഗമായാണ് മാറ്റമെന്നാണ് ആക്ഷേപം. കേരളത്തിൽ ഇപ്പോൾ IAS ഉദ്യോഗസ്ഥൻ VC ചുമതലയിലുള്ളത് കേരള കാർഷിക സർവകലാശാലയിൽ മാത്രമാണ്. കാർഷികോൽപ്പന്ന കമ്മീഷണറായ B. അശോകിന് വൈസ് ചാൻസലറുടെ ചുമതല നൽകിയത് കൃഷിമന്ത്രിയുടെ താൽപ്പര്യപ്രകാരം മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. സ്ഥാനമൊഴിഞ്ഞ ഗവർണറുമായി അടുപ്പം പുലർത്തിയ ആളാണ് കാർഷിക സർവകലാശാല ആക്ടിംഗ് VC എന്ന ആരോപണമുയർന്നിരുന്നു. തിബറ്റിൽ ഭൂകമ്പം, 126 മരണം. തിബറ്റിൽ ചൊവ്വാഴ്ച രാവിലെയുണ്ടായ ഭൂകമ്പത്തിൽ 126 പേർ മരിച്ചു, 130 പേർക്ക് പരിക്കേറ്റു. ചൈനീസ് അധീന പ്രദേശവും തിബറ്റിലെ ഏറ്റവും പുണ്യനഗരങ്ങളിലൊന്നുമായ സിഗാസയിലെ ഡിംഗ്രി കൗണ്ടിയിലാണ് മാബിനിയിൽ 6.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം അനുഭവപ്പെട്ടത്. ഇന്ത്യയുടെ അതിർത്തിയോട് ചേർന്ന പ്രദേശമാണിത്. US ജിയോളജിക്കൽ സർവീസിന്റെ കണക്ക് പ്രകാരം തീവ്രത 7.1 ഭൂകമ്പത്തിന്റെ പ്രകമ്പനത്തിൽ നേപ്പാളിന്റെ വിവിധ പ്രദേശങ്ങൾ മുതൽ ബീഹാർ അതിർത്തി വരെ കുലുങ്ങി. സമഗ്രമായ രക്ഷാപ്രവർത്തനം നടത്താൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഉത്തരവിട്ടു. ടെന്റുകൾ, വസ്ത്രങ്ങൾ, പുതപ്പുകൾ, കിടക്കകൾ എന്നിവയുൾപ്പെടെ 22,000 ദുരന്ത നിവാരണ വസ്തുക്കളും പ്രത്യേക ദുരിതാശ്വാസ സാമഗ്രികളും സർക്കാർ അയച്ചിട്ടുണ്ട്. 1,500-ലധികം അഗ്നിശമന സേനാംഗങ്ങളെയും രക്ഷാപ്രവർത്തകരെയും ദുരന്തബാധിത പ്രദേശങ്ങളിൽ വിന്യസിച്ചു. തിബറ്റൻ ബുദ്ധമതത്തിലെ പ്രധാന വ്യക്തിയായ പഞ്ചൻ ലാമയുടെ ആസ്ഥാന കേന്ദ്രമാണ് സിഗാസെ. ഡിംഗ്രി കൗണ്ടിയിലെ സോഗോയാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. ബീഹാറിലും കുലുക്കം, ആളപായമില്ല. തിബറ്റിലെ ഭൂകമ്പത്തെ തുടർന്ന് ബീഹാറും ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളും കുലുങ്ങി. ബീഹാറിൽ നാശനഷ്ടമോ ആളപായമോ ഇല്ല. പാട്ന, മധുബനി, ഷിയോഹർ, മുംഗർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. ഡൽഹി ഫെബ്രുവരി 5 ബൂത്തിലേക്ക്, വോട്ടെണ്ണൽ 8. തെരഞ്ഞെടുപ്പ് അംഗത്തിനൊരുങ്ങി രാജ്യതലസ്ഥാനം. 70 മണ്ഡലങ്ങളിലേക്കുള്ള ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 5 ഒറ്റഘട്ടമായി നടക്കും. 8 വോട്ടെണ്ണും. ജനുവരി 17 വരെ നാമനിർദ്ദേശ പത്രിക നൽകാം. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ജനുവരി 20. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഉത്തർപ്രദേശിലെ മിൽക്കിപൂർ, തമിഴ്നാട്ടിലെ ഈറോഡ് ഈസ്റ്റ് നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുമെന്നും ചൊവ്വാഴ്ച ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അറിയിച്ചു. ഡൽഹിയിൽ 1.55 കോടി വോട്ടർമാരാണ് ഉള്ളത്. ഇതിൽ 71.74 ലക്ഷം സ്ത്രീകളും 2 ലക്ഷത്തിലധികം കന്നി വോട്ടർമാരുമാണ്. വോട്ടെടുപ്പിനായി 13,033 പോളിംഗ് ബൂത്തുകൾ സജ്ജീകരിക്കും. മുഴുവൻ ബൂത്തുകളിലും ക്യാമറ സംവിധാനമുണ്ടാകും. 70 ബൂത്തുകൾ പൂർണ്ണമായും വനിതാ ഉദ്യോഗസ്ഥരായിരിക്കും കൈകാര്യം ചെയ്യുകയെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി. സംസ്ഥാനത്ത് 12 സംവരണ സീറ്റുകളാണുള്ളത്. 7ാം ഡൽഹി നിയമസഭയുടെ കാലാവധി ഫെബ്രുവരി 15 അവസാനിക്കുക. 2020 തെരഞ്ഞെടുപ്പിൽ 62 സീറ്റ് നേടി ആം ആദ്മി പാർട്ടിയാണ് അധികാരത്തിലെത്തിയത്. BJP 8 സീറ്റുകൾ നേടി. ഡൽഹിയിൽ അധികാരം നിലനിർത്തുമെന്ന് ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളും താമര വിരിയുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രതികരിച്ചു. കണ്ണൂർ തൂവക്കുന്നിൽ തെരുവു നായ്ക്കളെ കണ്ട് ഭയന്നോടി വിദ്യാർത്ഥിക്ക് കിണറ്റിൽ വീണ് ദാരുണാന്ത്യം എന്ന വാർത്ത മാധ്യമം 1-ാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതിനിടയിൽ തെരുവു നായ്ക്കളെ കണ്ട് ഭയന്നോടിയ 9 വയസ്സുകാരൻ കിണറ്റിൽ വീണു മരിച്ചു.
തുവക്കുന്ന് ചേലക്കാട് മസ്ജിദിന് സമീപം മത്തത്ത് ഉസ്മാൻ ഫൗസിയ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഫസലാണ് മരിച്ചത്. നായ്ക്കളെ കണ്ടു ഭയന്ന് ഓടിയപ്പോൾ ആൾമറയില്ലാത്ത കിണറ്റിൽ വീഴുകയായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 5:30 സുഹൃത്തുക്കളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കെ നായ്ക്കൾ പിന്നാലെ ഓടിയതിനെ തുടർന്ന് കുട്ടികൾ ചിതറിയോടുകയായിരുന്നു. മറ്റെല്ലാവരും അവരവരുടെ വീടുകളിലെത്തിയെങ്കിലും ഫസലിനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് രാത്രി സമീപത്തെ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ആൾമറയില്ലാത്ത കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാനൂരിൽ നിന്നും അഗ്നിശമന സേനയെത്തി മൃതദേഹം പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റി. തുവക്കുന്ന് LP സ്കൂൾ 4ാം തരം വിദ്യാർത്ഥിയാണ്. നീല ട്രോളി വിവാദം കൃഷ്ണദാസിന് പരസ്യത്താക്കിയത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ട്രോളി വിവാദത്തിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ MP-യുമായ NN കൃഷ്ണദാസിനെതിരെ പാർട്ടി നടപടി. ട്രോളി വിവാദത്തിൽ പാർട്ടി നിലപാടിന് വിരുദ്ധമായി പ്രസ്താവന നടത്തിയതിന് കൃഷ്ണദാസിനെ പരസ്യമായി താക്കീത് ചെയ്തു. ചൊവ്വാഴ്ച ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിന്റെ തീരുമാനം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പാർട്ടിയിൽ ഭിന്നതയുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന പ്രസ്താവന കൃഷ്ണദാസിൽ നിന്നുണ്ടായെന്നും സംസ്ഥാന കമ്മിറ്റി ഇക്കാര്യം പരിശോധിച്ച് ബോധ്യപ്പെട്ടതിനാലാണ് പരസ്യ താക്കീതിന് വിധേയനാക്കിയതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ നീല ട്രോളി ബാഗിൽ കള്ളപ്പണം എത്തിച്ചെന്നായിരുന്നു LDF ആരോപണം. പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ താമസിച്ച ഹോട്ടൽ മുറികളിൽ പോലീസ് പരിശോധന നടത്തി. ആരോപണം തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ CPM നേതൃത്വം ഒന്നാകെ ശ്രമിക്കവേ പെട്ടിയല്ല വികസനമാണ് ചർച്ചയാക്കേണ്ടതെന്ന ഭിന്ന അഭിപ്രായവുമായി കൃഷ്ണദാസ് രംഗത്തെത്തിയിരുന്നു. ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ സുപ്രീംകോടതി ജഡ്ജിയാകും. മലയാളിയായ പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് K വിനോദ് ചന്ദ്രനെ സുപ്രീംകോടതി ജഡ്ജിയായി നിയമിക്കാൻ കൊളീജിയം ശുപാർശ ചെയ്തു. മലയാളിയായ ജസ്റ്റിസ് CT രവികുമാർ ഒഴിഞ്ഞ ദിവസമാണ് സുപ്രീംകോടതിയിൽ നിന്ന് വിരമിച്ചത്. എറണാകുളം നോർത്ത് പറവൂർ സ്വദേശിയാണ്. 2013 കേരള ഹൈക്കോടതിയിൽ സ്ഥിരം ജഡ്ജിയായി. ചന്ദ്രബോസ് വധക്കേസിൽ വ്യവസായി മുഹമ്മദ് നിഷാമിന്റെ ശിക്ഷ ശരിവെച്ചതടക്കം ഒട്ടേറെ വിധിന്യായങ്ങൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്. കായികമേളയിലെ പ്രതിഷേധം സ്കൂളുകളുടെ വിലക്ക് നീക്കിയേക്കും. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ട്രോഫി വിവാദത്തിൽ പ്രതിഷേധിച്ച സ്കൂളുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിക്കുന്നു. കോതമംഗലം മാർബേസിൽ, തിരുനാവായ നാവാമുകുന്ദ എന്നീ സ്കൂളുകളെ അടുത്ത വർഷത്തെ കായികമേളയിൽ നിന്ന് വിലക്കിയ ഉത്തരവാണ് പിൻവലിക്കാനൊരുങ്ങുന്നത്. ഇക്കാര്യം കലോത്സവത്തിന്റെ സമാപന ചടങ്ങിൽ മന്ത്രി V ശിവൻകുട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചേക്കും. മത്സരവിലക്കിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. കുട്ടികളുടെ അവകാശം ലംഘിക്കുന്ന തീരുമാനത്തെപ്പറ്റി നൽകിയ വാർത്തകളെ തുടർന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷനും വിഷയത്തിൽ ഇടപെട്ടിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവം ഇന്ന് സമാപിക്കുകയാണ്. സ്വർണ്ണക്കപ്പ് ആർക്ക് എന്ന് ഇന്നറിയാം. പൊരിഞ്ഞ പോരാട്ടമാണ് നടക്കുന്നത്. തൃശൂരും കണ്ണൂരും പാലക്കാടും ഇഞ്ചോടിഞ്ചു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് തെളിവു തേടി പോലീസ്. MLAയുടെ മൊഴിയെടുക്കുക തെളിവുകൾ ശേഖരിച്ച ശേഷം. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്ന സാഹചര്യത്തിൽ തിടുക്കപ്പെട്ട് IC ബാലകൃഷ്ണൻ MLA ഉൾപ്പെടെയുള്ളവരിലേക്ക് നടപടികൾക്ക് മുതിരാതെ പോലീസ്. ആത്മഹത്യാ പ്രേരണാക്കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ടെങ്കിലും PV അൻവർ MLAക്കെതിരെയുണ്ടായതുപോലെ എടുത്തുചാടിയുള്ള നടപടിയുണ്ടാകില്ലെന്നാണ് സൂചന. തെളിവുകൾ ശേഖരിച്ച ശേഷം മാത്രം MLAയുടെ മൊഴിയെടുക്കാനാണ് തീരുമാനം. സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുന്ന വിജിലൻസ് വിഭാഗത്തിന് MLAയുടെയും DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെയും മൊഴിയെടുക്കേണ്ടി വരും. ബാങ്ക് നിയമനത്തിനായി ഇരുവരും തുക കൈപ്പറ്റിയെന്നാണ് NM വിജയൻ KPCC പ്രസിഡന്റിനെഴുതിയ കത്തിൽ ആരോപിച്ചത്. കുടുംബം പുറത്തുവിട്ട കുറിപ്പിന്റെയും കത്തുകളുടെയും ആധികാരികത ഉറപ്പാക്കാനാണ് പോലീസ് തീരുമാനം. ഇതിന് അദ്ദേഹത്തിന്റെ കൈയക്ഷരത്തിലുള്ള എഴുത്തുകൾ ശേഖരിക്കും. ബന്ധപ്പെട്ടവർക്ക് ബോധ്യം വരുന്ന കൈയക്ഷര രേഖ അടിസ്ഥാനമാക്കിയാണ് കത്തും കുറിപ്പും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുക. അപ്പു ജോൺ കേരള കോൺഗ്രസ് കോർഡിനേറ്റർ. കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫിന്റെ മകൻ അപ്പു ജോൺ ജോസഫിനെ പാർട്ടി സംസ്ഥാന കോർഡിനേറ്ററായി തെരഞ്ഞെടുത്തു. PJ ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതാധികാര സമിതി യോഗത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ്. ITN പ്രൊഫഷണൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റാണ് അപ്പു. മുൻപ് പാർട്ടിയുടെ ചീഫ് കോർഡിനേറ്ററായിരുന്ന TU കുരുവിളയെ
ഡെപ്യൂട്ടി ചെയർമാനായി തെരഞ്ഞെടുത്തു. ജോണി നെല്ലൂർ രാജിവെച്ച ഒഴിവിലാണ് ഫ്രാൻസിസ് ജോർജ്, തോമസ് ഉണ്ണിയാടൻ എന്നിവരാണ് നിലവിലുള്ള ഡെപ്യൂട്ടി ചെയർമാൻമാർ. കെ.എം. മാണിയുടെ മരുമകനും മുൻ IAS ഓഫീസറുമായ MP ജോസഫിനെ വൈസ് ചെയർമാനായും തെരഞ്ഞെടുത്തു. കുളക്കട രാജുവിനെ സംസ്ഥാന അഡ്വൈസറായും മാഞ്ഞൂർ മോഹൻകുമാർ, സേവി കുരിശുവീട്ടിൽ, ജോണി അരീക്കാട്ടിൽ എന്നിവരെ സീനിയർ ജനറൽ സെക്രട്ടറിമാരായും ചെയർമാൻ നോമിനേറ്റ് ചെയ്തു. തൊടുപുഴയിൽ അപ്പു സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചാരണത്തിനിടെയാണ് പുതിയ സ്ഥാനാരോഹണം. ഓസ്കറിലേക്ക് കാലെടുത്തുവെച്ച് ആടുജീവിതം. മികച്ച ചിത്രത്തിനായുള്ള ഓസ്കർ പ്രഥമ പരിഗണനാ പട്ടികയിൽ ഇടം നേടി പൃഥ്വിരാജ് ബ്ലസ്സി ചിത്രം ആടുജീവിതം. തമിഴ് ചിത്രം കങ്കുവ, ഗേൾസ് വിൽ ബി ഗേൾസ്, പായൽ കപാഡിയയുടെ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്, ബംഗാളി ചിത്രം പുതുൽ എന്നിവയും പട്ടികയിലുണ്ട്. 207 ചിത്രങ്ങളുടെ പട്ടികയിലാണ് ആടുജീവിതം ഉൾപ്പെട്ടിരിക്കുന്നത്. ജനുവരി 8 തുടങ്ങി 12 വരെ അവസാനിക്കുന്ന നാമനിർദ്ദേശങ്ങൾക്കായുള്ള വോട്ടെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 10 സിനിമകൾ ചുരുക്കപ്പട്ടികയിലെത്തും. 17 ഈ പട്ടിക പ്രഖ്യാപിക്കുക. പരിക്കേറ്റ കുട്ടിയെ കണ്ട് അല്ലു അർജുൻ. പുഷ്പ 2 പ്രീമിയർ പ്രദർശനത്തിനിടെ തിരക്കിൽപ്പെട്ട് ഗുരുതരമായി ചികിത്സയിലുള്ള 8 വയസ്സുകാരനെ തെലുഗു നടൻ അല്ലു അർജുൻ ആശുപത്രിയിലെത്തി കണ്ടു. ഡിസംബർ 4 സംഭവത്തിൽ സ്ത്രീ മരിക്കുകയും അവരുടെ കുട്ടിക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ 11ാം പ്രതിയായ നടനെ അറസ്റ്റ് ചെയ്ത് ഇടക്കാല ജാമ്യത്തിൽ വിട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് സ്ഥിര ജാമ്യം അനുവദിച്ചത്. സമസ്തയിലെ വിഭാഗീയത പഠിക്കാൻ ഉപസമിതി. മാതൃഭൂമിയിലെ വാർത്ത. സമസ്തയിലെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും തമ്മിലുള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ ഉപസമിതി രൂപവൽക്കരിച്ചു. മുക്കം ഉമ്മർ ഫൈസി ഒഴികെയുള്ള സമസ്തയുടെ ഭാരവാഹികൾ അംഗങ്ങളായ 6 അംഗ സമിതിയാണ് രൂപവൽക്കരിച്ചത്. ഇവർ പ്രശ്നങ്ങൾ പഠിച്ച് സമസ്ത മുഷാവറ യോഗത്തിനു മുൻപാകെ റിപ്പോർട്ട് നൽകും. ഉമർ ഫൈസി മുക്കത്തിനെതിരെ ലീഗ് അനുകൂലികൾ സമസ്തയ്ക്ക് ഒട്ടേറെ പരാതികൾ നൽകിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഖാസി സ്ഥാനത്തേക്കുള്ള യോഗ്യത ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിന്റെ പേരിൽ ഉമർ ഫൈസിക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യവും മുഷാവറയ്ക്ക് മുൻപാകെയുണ്ട്. ഉമർ ഫൈസിയെ അനുകൂലിക്കുന്നവർ അബ്ദുസമദ് പൂക്കോട്ടിന്റെ നേതൃത്വത്തിലുള്ള ആദർശ സംരക്ഷണ സമിതിക്കെതിരെയും മുഷാവറയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇരുവിഭാഗങ്ങളുമായി സംസാരിച്ച് പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാര നിർദ്ദേശം റിപ്പോർട്ട് ചെയ്യാനാണ് ഉപസമിതി രൂപവൽക്കരിച്ചത്. വിവാദ പരാമർശത്തിന്റെ പേരിൽ സാദിഖ് അലി തങ്ങളെ കണ്ട് ഉമർ ഫൈസി ക്ഷമ ചോദിക്കണമെന്ന ആവശ്യവും മുഷാവറ യോഗത്തിൽ ഉയർന്നു. സമകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്ത് രമ്യമായി പരിഹരിച്ച് മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതായി സമസ്ത പത്രക്കുറിപ്പിൽ അറിയിച്ചു. സാമൂഹിക മാധ്യമങ്ങളിലും മറ്റും അനാവശ്യ ചർച്ചകൾ നടത്തി പരസ്പരം വിദ്വേഷമുണ്ടാക്കുന്നതും ഭിന്നിപ്പിക്കുന്നതുമായ പ്രവർത്തനങ്ങളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണമെന്നും യോഗം അഭ്യർത്ഥിച്ചു. 2026 ഫെബ്രുവരിയിൽ നടക്കുന്ന സമസ്ത 100ാം വാർഷിക സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപവൽക്കരണ കൺവെൻഷൻ അടുത്ത ഫെബ്രുവരി 6 കോഴിക്കോട് നടത്തും. സമസ്തയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ദേശീയ തലത്തിൽ ഏകോപിപ്പിക്കുന്നതിന് ദേശീയ വിദ്യാഭ്യാസ സമിതിക്ക് രൂപം നൽകും. 100ാം വാർഷികത്തിന്റെ സ്മാരകമായി അന്താരാഷ്ട്ര ഹെറിറ്റേജ് മ്യൂസിയം സ്ഥാപിക്കും. ദേശീയ ഹനഫി പണ്ഡിത സംഗമം നടത്താനും നിശ്ചയിച്ചു. ബാലഗോകുലം പരിപാടിക്കെത്തിയ കുട്ടിയെ പീഡിപ്പിച്ചു. പോക്സോ കേസിൽ BJPക്കാരൻ റിമാൻഡിൽ. വാർത്ത ദേശാഭിമാനിയിൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഗർഭിണിയാക്കിയ കേസിൽ BJPയുടെ സജീവ പ്രവർത്തകനും ബാലഗോകുലം കുമാരനെല്ലൂർ മേഖലാ കമ്മിറ്റി അംഗവുമായ മങ്ങാട്ടുപറമ്പിൽ യദു കൃഷ്ണനെ റിമാൻഡ് ചെയ്തു. പോക്സോ വകുപ്പ് പ്രകാരം ഗാന്ധിനഗർ പോലീസാണ് കേസെടുത്തത്. കഴിഞ്ഞ ജൂലൈ 27 കേസിനാസ്പദമായ സംഭവം. ബാലഗോകുലം പരിപാടിക്ക് ശേഷം കുമാരനെല്ലൂർ ക്ഷേത്രത്തിന് സമീപത്തുനിന്ന് പെൺകുട്ടിയെ സ്കൂട്ടറിൽ കയറ്റി പ്രതിയുടെ വാടക വീട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. പിന്നീട് പെൺകുട്ടി പഠനാവശ്യത്തിനായി ബാംഗ്ലൂരുവിലേക്ക് പോയി. കഴിഞ്ഞ മാസം അവിടെ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് ആശുപത്രിയിലെത്തിച്ചപ്പോഴാണ് ഗർഭിണിയാണെന്ന് അറിഞ്ഞത്. തുടർന്ന് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. 2 പേർക്ക് കൂടി HMPV. നാഗ്പൂരിൽ 2 പേർക്ക് കൂടി സ്ഥിരീകരിച്ചതോടെ രാജ്യത്തെ ആകെ ഹ്യൂമൻ മെറ്റന്യൂമോ വൈറസ് ബാധിതരുടെ എണ്ണം 7 പരിശോധന ഊർജിതമാക്കിയെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വൻതോതിൽ രോഗവ്യാപനമില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ചെന്നൈ, ഗുജറാത്ത്, കൊൽക്കത്ത, ബാംഗ്ലൂരു എന്നിവിടങ്ങളിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ചെന്നൈയിൽ പടർന്നുവരുന്ന വൈറസുമായി ഇതിന് ബന്ധമില്ല എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്.
ISRO തലപ്പത്തേക്ക് ഡോക്ടർ വി നാരായണൻ. തിരുവനന്തപുരം വലിയമല ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ ഡയറക്ടർ ഡോക്ടർ വി നാരായണനെ ബഹിരാകാശ വകുപ്പ് സെക്രട്ടറിയും സ്പേസ് കമ്മീഷൻ ചെയർമാനുമായി കേന്ദ്ര സർക്കാർ നിയമിച്ചു. ISRO ചെയർമാൻ സ്ഥാനത്തുനിന്ന് ജനുവരി 14 വിരമിക്കുന്ന ഡോക്ടർ എസ് സോമനാഥിന് ശേഷം ഡോക്ടർ വി നാരായണൻ ചുമതലയേൽക്കുമെന്നാണ് സൂചന. ഈ രണ്ട് ചുമതലകളും വഹിക്കുന്നവരാണ് സ്വാഭാവികമായി ISRO ചെയർമാൻ പദവിയും കൈകാര്യം ചെയ്യുന്നത്. നിലവിൽ ഡോക്ടർ എസ് സോമനാഥിനാണ് ഈ 3 ചുമതലകളും. 2 വർഷത്തേക്കാണ് ഡോക്ടർ വി നാരായണന്റെ നിയമനം. 2024 മേയിൽ വിരമിച്ച ഡോക്ടർ വി നാരായണൻ നിലവിൽ LPSC ഡയറക്ടർ സ്ഥാനത്ത് 1 വർഷത്തേക്ക് തുടർച്ച ലഭിച്ചതാണ്. തമിഴ്നാട്ടിലെ കന്യാകുമാരി സ്വദേശിയാണ് വി നാരായണൻ. UDF പ്രവേശന ചർച്ചകൾ സജീവമാക്കി PV അൻവർ. ലീഗ് നേതാക്കളെ സന്ദർശിച്ചു. VD സതീശനെ ഫോണിൽ ബന്ധപ്പെട്ടു. മുസ്ലിം ലീഗ് നേതാക്കളെ സന്ദർശിച്ചും പ്രതിപക്ഷ നേതാവിനോട് ഫോണിൽ സംസാരിച്ചും UDF പ്രവേശന ചർച്ചകൾ സജീവമാക്കി PV അൻവർ MLA. മുന്നണിയുമായി സഹകരിക്കുന്നതിന് നിലമ്പൂർ സീറ്റ് തടസ്സമായി നിൽക്കില്ലെന്ന സന്ദേശം അൻവർ UDF നേതാക്കൾക്ക് നൽകിയതായാണ് സൂചന. തുടർച്ചയായി 2 തവണ ജയിച്ച നിലമ്പൂരിനു പകരം CPMന്റെ സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചു. UDFൽ ഇടം ലഭിച്ചാൽ ഇടതുപക്ഷത്തുനിന്ന് MLAമാരും മുൻ MP മാരും ഉൾപ്പെടെയുള്ള നേതാക്കൾ തനിക്കൊപ്പം വരുമെന്ന ഉറപ്പും നൽകിയിട്ടുണ്ട്. മുന്നണിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന കത്ത് അടുത്ത UDF യോഗം നടക്കുന്ന 12-ന് മുൻപായി നൽകും. വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന് ലീഗ് നേതാക്കൾ അൻവറിനെ അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരത്തെത്തി അൻവർ കൂടുതൽ UDF നേതാക്കളെ കാണും. വനനിയമ ഭേദഗതിക്കെതിരായ സമരത്തിന് പിന്തുണ തേടി ബിഷപ്പുമാരെയും കർഷക സംഘടനാ പ്രതിനിധികളെയും വരും ദിവസങ്ങളിൽ കാണും. അതേസമയം അൻവറിന്റെ നീക്കങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ച് KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് രംഗത്തെത്തി. തിങ്കളാഴ്ച രാത്രി തവനൂർ ജയിലിൽ നിന്ന് മോചിതനായ ഉടനെയാണ് അൻവർ VD സതീശനെ ഫോണിൽ വിളിച്ചത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും PK കുഞ്ഞാലിക്കുട്ടിയെയും അവരുടെ വീടുകളിലെത്തിയാണ് കണ്ടത്. കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയം വിഷയമായില്ലെന്നായിരുന്നു അൻവറിന്റെയും നേതാക്കളുടെയും പ്രതികരണം. UDF പ്രവേശനത്തിൽ തീരുമാനമെടുക്കേണ്ടത് മുന്നണി നേതൃത്വമാണെന്നും തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. ഘടകകക്ഷിയായി UDFനൊപ്പം നിൽക്കുന്നതിനാണ് അൻവറിന്റെ മുൻഗണന. കോൺഗ്രസിൽ ചേരുകയെന്ന നിർദ്ദേശം ഉയർന്നുവന്നാൽ അതും പരിഗണിക്കും. ഉചിത സമയത്ത് തീരുമാനമെന്ന സതീശൻ. PV അൻവറിനെ UDFന്റെ ഭാഗമാക്കുന്നതിൽ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും രാഷ്ട്രീയ സാഹചര്യമനുസരിച്ച് തീരുമാനമെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഉചിതമായ സമയത്ത് തീരുമാനമുണ്ടാകും. സർവകലാശാല VCമാരെ കണ്ടെത്തുന്നതിൽ ഗവർണർമാർക്ക് കൂടുതൽ അധികാരം നൽകുന്നത് നല്ലതല്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുള്ളപ്പോൾ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ VCമാരെ കണ്ടെത്താനുള്ള അന്തരീക്ഷമാണ് ഉണ്ടാക്കേണ്ടത്. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് പല ഗവർണർമാരും ചെയ്യുന്നതെന്നും സതീശൻ പറഞ്ഞു. ADGP അജിത് കുമാറിന് ക്ലീൻ ചിറ്റുമായി വിജിലൻസ് റിപ്പോർട്ട്. ആരോപണങ്ങളിൽ തെളിവില്ലെന്ന് സൂചന. ADGP MR അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണം പൂർത്തിയായി. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ തെളിവില്ലെന്ന് കാട്ടി അജിത്തിന് ക്ലീൻ ചിറ്റ് നൽകുന്ന റിപ്പോർട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP ഷിബു പാപ്പച്ചൻ കഴിഞ്ഞ ദിവസം സമർപ്പിച്ചതെന്നാണ് സൂചന. വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് DGPക്ക് കൈമാറും. അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിലെ വീട് നിർമ്മാണം, കുറവൻകോണത്തെ ഫ്ളാറ്റ് വിൽപ്പന, മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരം മുറിക്കൽ, സ്വർണ്ണക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ടാണ് അജിത് കുമാറിനെതിരെ അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ബാങ്ക് വായ്പയെടുത്താണ് വീട് നിർമ്മിച്ചതെന്നും വിശദാംശങ്ങൾ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും ചോദ്യം ചെയ്യലിൽ അജിത് കുമാർ വ്യക്തമാക്കിയിരുന്നു. മരമുറി ഇടപാട്, സ്വർണ്ണക്കടത്ത് എന്നിവയിൽ അജിത്തിന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ കണ്ടെത്താനായില്ല. കുറവൻകോണത്ത് വാങ്ങിയ ഫ്ളാറ്റ് സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്യാൻ വൈകിയതിലും പിന്നീട് മറിച്ചുവിറ്റതിലും മാത്രമാണ് അജിത്തിനെതിരെ കാര്യമായ അന്വേഷണത്തിലേക്ക് വിജിലൻസ് കടന്നത്. ഇതിൽ അഴിമതി നടന്നതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ലെന്നാണ് വിവരം. ചർച്ച വീണ്ടും വഴിമുട്ടി. ഗസയിൽ മരണം 31. വാർത്ത മലയാള മനോരമയിൽ.
അവശേഷിക്കുന്ന ബന്ദികളെ വിട്ടയക്കാൻ ഇസ്രയേൽ ഗാസ ആക്രമണം പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്ന നിലപാടിൽ ഉറച്ച് ഹമാസ്. ഗസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കില്ലെന്ന് ഇസ്രായേലും വ്യക്തമാക്കിയതോടെ ദോഹ സമാധാന ചർച്ച വഴിമുട്ടി. ജോ ബൈഡൻ സ്ഥാനമൊഴിയും മുൻപേ ഗാസ വെടിനിർത്തൽ പ്രഖ്യാപനത്തിനായി US മുൻകൈയെടുത്താണ് ചർച്ച തുടരുന്നത്. 20 മുൻപ് ബന്ദികളെ വിട്ടില്ലെങ്കിൽ കനത്ത പ്രത്യാഘാതമുണ്ടാകുമെന്നാണ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. ഇത് അതിരുകടന്നെന്ന് ഹമാസ് പ്രതികരിച്ചു. ഹമാസിനെ ഇല്ലാതാക്കി ബന്ദികളെ മുഴുവനായും മോചിപ്പിച്ച ശേഷമേ സൈന്യം ഗസയിൽ നിന്ന് പിൻവാങ്ങൂ എന്നാണ് ഇസ്രായേൽ നിലപാട്. ഗസയിൽ സൈന്യം പൂർണ്ണമായി പിൻവാങ്ങണമെന്നും ഹമാസും ആവശ്യപ്പെടുന്നു. ഇതിനിടെ ഗസയിലെങ്ങും ഇസ്രായേൽ തുടരുന്ന കനത്ത ബോംബാക്രമണങ്ങളിൽ 24 മണിക്കൂറിനിടെ 31 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 57 പേർക്ക് പരിക്കേറ്റു. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ കുടിയേറ്റക്കാരായ 3 ഇസ്രായേലുകാർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ 18കാരനടക്കം 3 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഗസയിൽ ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ 45,885 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. ട്രൂഡോയുടെ പിൻഗാമിയെ കാത്ത് കാനഡ. പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചതോടെ പുതിയ നേതാവിനെ തേടുകയാണ് ഭരണകക്ഷിയായ ലിബറൽ പാർട്ടിയും കാനഡയും. ഒക്ടോബറിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കേണ്ട ഉത്തരവാദിത്വമാണ് പുതിയ നേതാവിനെ കാത്തിരിക്കുന്നത്. ട്രൂഡോയുമായി കലഹിച്ച് രാജിവെച്ച ഉപപ്രധാനമന്ത്രി ക്രിസ്റ്റ്യ ഫ്രീലൻഡ് മുതൽ ഇന്ത്യൻ വംശജയായ ഗതാഗത മന്ത്രി അനിത ആനന്ദിന്റെ പേരുവരെ നേതൃനിരയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. മാർച്ച് 24-ന് അടുത്ത പാർലമെന്റ് സമ്മേളനം ചേരും മുൻപ് ലിബറൽ പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. പാർലമെന്റ് സമ്മേളനത്തിൽ കിട്ടുന്ന ആദ്യ അവസരത്തിൽ തന്നെ ലിബറൽ പാർട്ടി സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനിരിക്കുകയാണ് പ്രതിപക്ഷത്തെ 3 പാർട്ടികളും. ക്രിസ്റ്റ്യ ഫ്രീലൻഡാണ് നേതൃസ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ മുൻനിരയിൽ. കനേഡിയൻ കേന്ദ്ര ബാങ്കിന്റെ മുൻ ഗവർണർ മാർക്ക് കാർണി, നിലവിൽ ധനമന്ത്രിയും ട്രൂഡോയുടെ അടുപ്പക്കാരനുമായ ഡൊമിനിക് ലെബ്ലാങ്ക്, വിദേശകാര്യമന്ത്രി മെലനി ജോളി തുടങ്ങിയവരുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിനിടെ കാനഡയെ US-ന്റെ 51ാം സംസ്ഥാനമാക്കണമെന്ന ആക്ഷേപം നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു. കാനഡയ്ക്ക് നൽകിവരുന്ന സബ്സിഡികളും ഇടപാടുകളിലുണ്ടാകുന്ന വൻ വ്യാപാര കമ്മിയും US-ന് ഇനിയും സഹിക്കാനാവില്ല. ഇത് അറിയാവുന്നതിനാലാണ് ട്രൂഡോ രാജിവെച്ചതെന്നും ട്രംപ് പറഞ്ഞു. അധികാരത്തിലേറിയാൽ കാനഡയ്ക്ക് 25% ഇറക്കുമതി തീരുവ ചുമത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. സിറിയ ഉപരോധത്തിൽ ഇളവുമായി US. വിമതവിഭാഗമായ ഹയ്യത്ത് തഹ്രീം അഷാം അധികാരം പിടിച്ചെടുത്തതോടെ സിറിയയ്ക്കുമേലുള്ള ഉപരോധങ്ങളിൽ ഇളവ് പ്രഖ്യാപിച്ച് US. ഇന്ധന വിൽപ്പനയടക്കം അനുവദിക്കുന്ന 6 മാസത്തെ കാലാവധിയുള്ള പൊതു ലൈസൻസ് US ട്രഷറി സിറിയയ്ക്ക് അനുവദിച്ചു. ബഷാറുൽ അസദ് പുറത്തായതിന് പിന്നാലെ സിറിയയ്ക്ക് സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനാണ് ഉപരോധങ്ങളിൽ ഇളവ് വരുത്തിയതെന്ന് ട്രഷറി ഡെപ്യൂട്ടി സെക്രട്ടറി വാലി അഡെയേമോ അറിയിച്ചു. ഉപരോധങ്ങൾ നീക്കുകയല്ല, മറിച്ച് മാനുഷിക സഹായം ഉൾപ്പെടെ ലഭ്യമാക്കുന്നതിന് തടസ്സമില്ലെന്ന് ഉറപ്പാക്കുകയാണ് ചെയ്തതെന്നും അവർ വ്യക്തമാക്കി. റഷ്യയുടെയും ഇറാന്റെയും പിന്തുണയുള്ള അസദിന്റെ ക്രൂരഭരണത്തിന്റെ അന്ത്യം സിറിയയ്ക്കും അവിടുത്തെ ജനങ്ങൾക്കും രാഷ്ട്ര പുനർനിർമ്മാണത്തിനുള്ള അവസരമാണ് നൽകിയിരിക്കുന്നത്. സിറിയയുടെ പുതിയ സർക്കാരിനുള്ള പിന്തുണ തുടരുമെന്നും അഡെയേമോ കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് സിറിയയിൽ ഭരണം പിടിച്ചെടുത്ത HTS നടത്തുന്ന ശ്രമങ്ങളിൽ പുരോഗതിയുണ്ടെന്നാണ് US നിലപാട് മാറ്റം വിലയിരുത്തപ്പെടുന്നത്. ആദ്യ ബീറ്റ ബേബി ഇവിടെയുണ്ട്. പുതുവർഷം പിറന്നതോടെ ബീറ്റ ജനറേഷന്റെ കാലമായി. 2022 ജനുവരി 1 മുതൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ബീറ്റ തലമുറ ഗണത്തിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ആരായിരിക്കും ഇന്ത്യയിലെ ആദ്യത്തെ ബീറ്റ ബേബി? ആ കുഞ്ഞിനെ ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നു. മിസോറമിലെ ഐസോളിൽ നിന്നാണ് വാർത്ത. ഡിസംബർ 31 രാത്രിയാണ് ഐസോളിലെ ഖട്ല സ്വദേശിയായ റംറുവ സാങ്ങ തന്റെ ഭാര്യ റംസിൻ മാവിയുമായി സൈനോദ് എന്ന സ്വകാര്യ ആശുപത്രിയിലെത്തിയത്. അപ്പോഴേക്കും പ്രസവ വേദന തുടങ്ങിയിരുന്നു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ
ജനുവരി 1 പുലർച്ചെ 12:03 റംസിർ മാവി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. അവിടുത്തെ ആശുപത്രിയിൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചു. പേര് ഫ്രാങ്ക് സാങ്ദെങ്. ഇന്ത്യയിലെ ആദ്യത്തെ ബീറ്റ ബേബി. ആ നിമിഷങ്ങളിൽ ഇതറിയുമായിരുന്നില്ല. 2 ദിവസം കഴിഞ്ഞാണ് ഫ്രാങ്ക് സാദെങ് പിറന്നു വീണത് ചരിത്രത്തിലേക്കാണെന്ന് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി അവർ വീട്ടിലെത്തി. ഈ വാർത്തയോടെ ഇന്നത്തെ കാതിലെത്തും പത്രങ്ങൾ സമാപിക്കുകയാണ്. ഇനി നാളെ. നന്ദി, നമസ്കാരം.